മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണത്തിന് പ്രാധാന്യം നൽകി തിരൂർ നഗരസഭയുടെ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ഉപാധ്യക്ഷൻ രാമൻകുട്ടി പാങ്ങാട്ടാണ് ബജറ്റ് അവതരണം നടത്തിയത്. നഗരസഭാ ഉപാധ്യക്ഷൻ രാമൻകുട്ടി പാങ്ങാട്ടാണ് ഈ ഭരണസമിതിയുടെ 5ാമത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. 59,42,877 രൂപ വർഷാരംഭത്തിന് മുന്നിലിപ്പോൾ 48,51,18,859 രൂപ വരവും ഉൾപ്പെടെ 62,10,61,736 രൂപ ആകെ വരവും 47,36,329 രൂപ ചെലവും 14,74,58,707 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2024-25 വർഷത്തെ പുതുക്കിയ ബജറ്റും 62,10,61,736 രൂപ വരവും 47,36,329 രൂപ ചെലവും 14,74,58,707 രൂപ നീക്കിയിരിപ്പുമുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണം, പാർക്കിംഗ് പ്ലാസ, ഓഫീസ് അനക്സ്, ലഹരിമുക്ത തിരൂർ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. നഗരത്തിൽ നിശ മാർക്കറ്റ് നിർമ്മാണം, അംഗൻവാടി ശീതീകരണം, മത്സ്യ മൊത്ത വ്യാപാര കേന്ദ്രം, വാഗൺ ട്രാജഡി മ്യൂസിയം തുടങ്ങിയ പദ്ധതികൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട്. ബജറ്റിന്മേലുള്ള ചർച്ച വ്യാഴാഴ്ച ആരംഭിക്കും. അതേസമയം ആവർത്തനവിരസമായ ബജറ്റാണെന്നും പ്രതീക്ഷയർപ്പിച്ച ബജറ്റ് നിരാശപ്പെടുത്തിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. കൃത്യമായി ലേലം വിളിച്ച് അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ലാത്ത തരത്തിൽ ലേലം വിളിച്ച് 50 ലക്ഷം രൂപ മാർക്കറ്റിന് ലേലസംഖ്യ ഉറപ്പിച്ചിട്ടാണ് LDFന്റെ കൗൺസിൽ പടിയിറങ്ങിപ്പോയത്. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പോൾ അവിടുന്ന് താഴത്തേക്ക് പോകേണ്ട സ്ഥിതിയിലേക്കാണ് വരുന്നത്. വർഷാവർഷമുള്ള വർധനവിന് പകരം കുറഞ്ഞ സംഖ്യയ്ക്ക് അത് കരാർ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുക. മാർക്കറ്റിനെ തകർക്കുന്ന തരത്തിൽ സ്വകാര്യ വ്യക്തികളുടെ അനധികൃതമായ മാർക്കറ്റും ഹോൾസെയിൽ കച്ചവടത്തിനും വേണ്ടിയിട്ട് സ്വകാര്യ സ്ഥലങ്ങളും തെരുവുകളും ഉപയോഗിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിന് വേണ്ട ഉപാധികളാണ് അവിടെ LDF കൗൺസിൽ നടപ്പാക്കിയത്. അതിനാണ് അവാർഡ് കിട്ടിയത് നഗരസഭ. അപ്പം ഇങ്ങനെ നഗരം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് യാതൊരു പരാമർശവും നടത്താൻ സാധിക്കില്ല. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തിന് വലിയ സമരം നടത്തേണ്ടി വന്നു. തെരുവിളക്കുകൾ സമരം നടത്തിയതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ 1 മാസം കത്തി. ഇപ്പം വീണ്ടും സ്ട്രീറ്റ് ലൈറ്റ് അവതാളത്തിലായിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും നേരെ ചൊവ്വയെ കത്തിക്കാൻ സാധിക്കാത്ത പിടിപ്പുകെട്ട ഒരു ഭരണസമിതി. നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് മാലിന്യ സംസ്കരണ പദ്ധതികൾ. എല്ലാ നഗരസഭകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് പോവുക. എന്താണ് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഈ ബജറ്റ് പ്രസംഗത്തിനകത്ത് ഒരു വാക്കുപോലും പരാമർശിച്ചിട്ടില്ല. നമ്മുടെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിനെ നോക്കുകുത്തിയാക്കി മാറ്റുകയാണ്. അവിടെ ഡംപിങ് യാർഡാക്കുകയാണ്. ട്രെഞ്ചിങ് ഗ്രൗണ്ടിനെ മാലിന്യ സംസ്കരണശാലയാണ്. അതിന് പകരം അതിനെ ഡംപിങ് യാർഡാക്കി മാറ്റുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരൂർ. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.